കൃഷി വകുപ്പിന്റെ ഫാമിൽ നിന്നും വാങ്ങിയ വിത്തുകൾ പത്തനംതിട്ട ജില്ലയിലെ മാതൃകാ കർഷകനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മുട്ടത്തുകോണം സ്വദേശി ദേവരാജനാണ് 20 സെന്റ് സ്ഥലത്ത് പാവൽ കൃഷി ചെയ്ത് പെട്ടുപോയത്. 40 ദിവസത്തിനുള്ളിൽ കായ്ക്കേണ്ട പാവല് ഇപ്പൊ 2.5 മാസം കഴിഞ്ഞിട്ടും കായ്ച്ചിട്ടേയില്ല. ഇതോടെ കർഷകന്റെ അധ്വാനവും പണവും ഒക്കെ പാഴായ മട്ടാണ്. ഇത് ചെന്നീർക്കര പഞ്ചായത്തിന്റെ മികച്ച കർഷകനുള്ള പുരസ്കാരം നേടിയ ദേവരാജൻ, പത്തനംതിട്ട മുട്ടത്തുകോണം സ്വദേശി. കഴിഞ്ഞ 60 കൊല്ലത്തിന് മുകളിലായി കൃഷിപ്പണിയാണ് ദേവരാജന്. നാട്ടിലെ അറിയപ്പെടുന്ന കർഷകൻ. പാട്ടത്തിനെടുത്ത 1 ഏക്കർ ഭൂമിയിലാണ് കൃഷി. ഇതിൽ 20 സെന്റിന് മുകളിൽ പാവൽ കൃഷിയാണ്. പതിവ് പോലെ ഇത്തവണയും പാവൽ കൃഷി ചെയ്തു. പത്തനംതിട്ട കടക്കാട് കൃഷിവകുപ്പിന്റെ ഫാമിൽ നിന്നാണ് വിത്ത് വാങ്ങിയത്. 40 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പിന് പാകമാകുന്ന പാവൽ എന്നാൽ ഇതുവരെയും കായ്ച്ചില്ല. ഇന്നും ഇന്നലെ തുടങ്ങിയ പാവൽ കൃഷി 76 വയസ്സുണ്ട്. ഇതിനോടകം ഇത്രയും ഒരു പരാജയം ഉണ്ടായിട്ടില്ല. കടക്കാട് കൃഷിഭവനിൽ നിന്നാണ് ഇത് വാങ്ങിക്കുന്നത്. അവിടെ ചെന്ന് അവരോട് പറഞ്ഞിട്ട് ലാഭം ഉണ്ടോ എന്ന് വിചാരിച്ച് പോയതാ. ഇവിടെ പ്രൈവറ്റ് കിട്ടും 5 രൂപ അവരായിരിക്കും. ഇപ്പം അവരാഴ്ച കൊണ്ട് നോക്കുന്നില്ല. ഇതുണ്ടോ, ഇതിപ്പോൾ പകുതി പറിക്കേണ്ട സമയം കഴിഞ്ഞു. ഒരു കുഞ്ഞ് കായ ഇത്രയും നാളിതേ പറിച്ചിട്ടില്ല. വിത്തിട്ടിട്ട് ഇപ്പോൾ 2.5 മാസം പിന്നിട്ടു. വിത്തുകളെല്ലാം നല്ല ആരോഗ്യത്തോടെയാണ് പടർന്നു പന്തലിച്ചത്. പക്ഷേ ഒടുക്കം ദേവരാജൻ ഈ ചതി പ്രതീക്ഷിച്ചില്ല. പാവൽ കായ്ക്കാതെ വന്നതോടെ ലക്ഷങ്ങളുടെ നഷ്ടം. ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായാണ് ഇങ്ങനെയൊരനുഭവം. കൃഷിവകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിശോധന ഉൾപ്പെടെ നടത്തി. ആയുർവേദ ഔഷധമായ നീലക്കൊടുവേലി കൃഷി ചെയ്യുന്ന അപൂർവം കർഷകരിൽ ഒരാളാണ് ദേവരാജൻ. പാവലിനു പുറമെ വാഴ, ഇഞ്ചി, ചേമ്പ്, കാച്ചിൽ, ചേന തുടങ്ങിയവയും 1 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇത്തവണത്തെ പാവൽ കൃഷി ചതിച്ചെങ്കിലും കൃഷി തന്നെയാണ് ദേവരാജന് മുന്നോട്ടുള്ള വഴി. ന്യൂസ് മലയാളം, പത്തനംതിട്ട.